നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്താ? എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാ? രേണു. ഇതാരാ? ഇത് രേണുക എൻ്റെ കൂടെ വന്നേ. എന്തിനു? അതൊക്കെ ഞാൻ വിശദമായിട്ട് നാളെ പറയാം. ഭയങ്കര തലവേദന, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. വരണു വാ. എന്താ ഇവിടെ നടക്കുന്നത്? ചണ്ടിന്റെ മുഖത്ത് ഈ മുളോടി വായി എറിയാനുള്ളതായിരുന്നു. അബി, 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 ചായ കുടിക്ക്, തണുത്തു പോവും. ചായ വേണ്ട. നിനക്ക് ഞാൻ കൊണ്ടുവന്നത് എടുത്ത് കുടിക്കുക. അബി, സമാധാനം ഉറങ്ങട്ടെ. നീ ചായ ഒന്നും വേണ്ടെന്ന്. ഓ, നീ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോ. നീ കാരണം എന്റെ ഉറക്കം പോയത് അറിയാമോ? നീ ഉറക്കം വേണമെങ്കിൽ നീ പോയി കിടന്ന് ഉറങ്ങും. ഇനിയിപ്പോ എന്തോ ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അങ്ങനെയല്ലേ നീ ഓരോ ഇവിടുത്തെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ തരാണ്ട്. അയ്യോ, കുഞ്ഞോയ്ക്ക് ഒന്നും അറിഞ്ഞൂടല്ലേ? ഒന്നും അറിയത്തില്ല. എന്ത് അബി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടി, നിനക്ക് ദേഷ്യം വരുന്നത് എനിക്കും ദേഷ്യം വരുന്നുണ്ട്. ചുമ്മാ ഇതെന്തോന്നാണിത്? അതിലേക്ക് അവിടെ നിന്നാ മതിയായിരുന്നു. ഒരു സമാധാനം ഇല്ല. എന്താ എവിടെന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് ദേഷ്യം കാണിച്ച് ഞാൻ ഒന്നും മിണ്ടൂലല്ലോ. മനുഷ്യരെ കുറച്ച് മര്യാദെങ്കിലും കാണിക്കണം. ഭാര്യ എന്നുള്ള സ്ഥാനം തന്നിട്ടില്ല. ഈ വീട്ടിലുള്ള ഒരാളെങ്കിലും ഒരു ബോധം വേണ്ടേ? നീ ബാത്റൂമിൽ എത്ര നേരം ഇരിക്കുന്ന എനിക്ക് അറിയണമല്ലോ. ഒരു കള്ളം വന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഓടിച്ചു വിട്ടോളാം. നീ ഇറങ്ങ, നിനക്ക് ഞാൻ കാണിച്ചു തരുന്നു. നീ പുറത്ത് വിടില്ലല്ലോ, നോക്കിക്കോ. നാശം പഠിക്കാനായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഏതൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ അതിനകത്ത് കയറി ഇരിക്കുവാ. നീ ഇത് എവിടെ നിന്ന് ഉറങ്ങുവാണോ? നീ പറഞ്ഞോ ഒന്നും. അവിടെ തന്നെ ചോദിക്കാം. അവൾ പറയുമല്ല. അല്ല പിന്നെ ഹലോ, എടി കൊച്ചേ, ഒന്ന് തുറന്നേ. ഡോർ തുറക്കാൻ. ഡോർ തുറക്കാനാ പറഞ്ഞേ. തുറക്കാൻ. ഞാൻ മാസം മാസം വാടക കൊടുക്കുന്ന എന്റെ വീട്ടിൽ കയറി എന്റെ അകത്ത് കയറി അടയിരിക്കണോ അവള്? തുറക്കായി.
എടി അതിന് മുട്ടുമ്പോ അത് പോട്ട് നീ എന്തിനാ ഇതൊക്കെ നോക്കാൻ പോണത്? തൂങ്ങാല രേണു 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 പ്ലീസ് ഓപ്പൺ ദി ഡോർ രേണു ചവിട്ടി തുറക്കാൻ നോക്ക്. അയ്യോ ഇവനൊക്കെ എന്തേ കുഴപ്പം മാറി ഞാൻ ചെയ്യാം. എനിക്ക് എന്നെ അറിഞ്ഞൂടാ. എന്റെ ഫോൺ ബെല്ലടിക്കുന്നു. രക്ഷപ്പെടുത്ത്. കട്ടിയോടെ തമിഴൊന്നും പറയല്ലേ വെച്ചേ. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവുന്ന ഭാഷ പറ. വീട് പിടിച്ചോണ്ടിരിക്കണം. എന്ത് കട്ടനായി കെട്ടി വെച്ചേക്കണത്? How dare you? Hey, how dare you to hang in my room? Arey, open your mouth, yaar. Hey, open your mouth. What is your problem? அந்த டோரை சாத்து. Eh? Close the door. ഡോറ സാത്തുന്ന കഥ പറയും. അല്ല ഡോർ എന്തിനാ അടയ്ക്കണം? எனக்கு உன்கிட்ட பேசணும். പേഴ്സണെങ്കിൽ ഇപ്പൊ ഡോർ അടയ്ക്കണേ ഡോർ തുറന്നിട്ട് പറഞ്ഞാൽ പോരെ? முடியாது. ഡോർ അടച്ചിട്ടാലാണ് മുടിയാൻ പോണത്. എൻ്റെ ഭാര്യയില്ലേ അവൾ എന്നെ മുടിക്കും നിന്നെ മുടിക്കും. ഷീ ഈസ് വെരി സ്ട്രോങ്. என் கதையை கேட்கணும்னா டோரை சாத்து. ഓ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കഥ കേൾക്കണമെങ്കിൽ ഡോർ അടയ്ക്കണമെന്നല്ലേ? ஆமாம். 10 മിനിറ്റ് ഡോർ അടച്ചിടും. അതിനകത്ത് മൊത്തം പറഞ്ഞു വെച്ചോളൂ കേട്ടാ? ஓகே. മനസ്സിലായോ? നീ എന്തിനാ വാങ്ങടിക്കാൻ പോകുന്നത്? ചെറിയൊരു ആവശ്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ഇല്ല ഞാൻ വരും. എടി ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഇപ്പൊ കഴിയുന്നു. എന്തോ കഴിയുന്നു? നീ ചുമ്മാ ഇരുന്ന്, നീ ഇപ്പൊ പോയിട്ട്. ഇല്ല ഞാൻ വരുന്നു. എനിക്കും കേൾക്കണം. എന്തോ നബി അവ എന്തോ നബി പൂട്ടരുത്. കേൾക്കാനും പറ്റുന്നില്ല ഈശ്വര. ഇവിടെ തന്നെ കിടന്ന് കരയുന്നത് എന്തോ വലിയ കാര്യമുണ്ട്. ഇത് ചെറിയ പ്രശ്നമൊന്നും അല്ല. ഡോൺ വറി, എനിക്കെല്ലാമേ പുരിഞ്ഞു പോച്ചു. ഞാൻ ഉനക്കൊരു ഫ്രണ്ട് മാതിരി, അങ്ങനെ കണ്ടാൽ മതി. അപ്പോഴേ ഇവിടെ എത്ര നാൾ വേണമെങ്കിലും ഉനക്ക് തങ്കാം, നോ പ്രോബ്ലം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇറക്കാൻ കേട്ടാ. പിന്നെ കാര്യം പറയുന്നത് വെച്ചാൽ നേരത്തെ കാണിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും കാണിക്കരുത് ദേവി. அது அப்போ எனக்கு என்ன பண்ணணும்னு தெரியாம பண்ணது. പണൊന്നും தெரியாതെ അങ്ങനെയൊക്കെ പണി കഴിഞ്ഞാൽ നമുക്ക് പണിയായിപ്പോവും എന്ന് പറഞ്ഞാൽ ഞാനും ആ പാവം മൈയും വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടാ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സോ ഡോണ്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. ഓക്കെ? சரி. அப்புறம் எனக்கு பசிக்குது. பசிக்குது. ആ ബാത്റൂം ഇതോ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ஐயோ எனக்கு சாப்பிட ஏதாச்சும் வேணும். நேற்று நைட்லேருந்து நான் சாப்பிடல. ഫുഡ് വേണം കഴിയാൻ. അത് ഞാൻ റെഡി ആയിക്കൊണ്ടുവരാം, അത് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫില്ലേ മഹിത, അവളെടുത്ത് ഒരു മയത്തിലൊക്കെ പെരുമാറണം കേട്ടോ. അവൾ വന്ന് ரொம்ப മുട്ടാളായി മാതിരി, മനസ്സിലായി? ഒരു വേറൊരു ടൈപ്പ് സ്വഭാവമൊക്കെ ഒരു രീതിയിലൊക്കെ പെരുമാറി കഴിഞ്ഞാൽ മയത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ പോകാം. അവളും കൂടെ സമ്മതിച്ചാൽ ഏണിനോട് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ്. சரி, நான் இப்போ என்ன பேசணும்? പേശണമെന്ന് ரொம்ப ലவ்വിലേ പേശണം. നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം. ഇംഗ്ലയാ? ആ എങ്കളെ കേട്ടാ. അപ്പോഴേ ഞാനേ നിൻ്റെ സ്റ്റോറി അവളെടുത്ത് പോയി പറഞ്ഞിട്ട് ഒന്ന് സോപ്പിട്ട് നോക്കാം കേട്ടാ. നീ അപ്പോഴത്തേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ടോ. എൻ്റെ കാര്യമുള്ളതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചവരോട് പറഞ്ഞില്ലേ കാണിക്കാൻ നിൽക്കാൻ വയ്യാത്തോണ്ടാണ് ഡെയിലി കഥ. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നവരെ ലീവ് ചോദിക്കരുതെന്ന് നിന്റെ പലതവണ പറഞ്ഞു. നിനക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ റിസൈൻ ചെയ്ത് പോകണം. ചുമ്മാ എന്തിനാണ് എന്നെ ഇങ്ങനെ
ടെൻഷൻ എടുപ്പിക്കുന്നത്. നീ കാരണം എനിക്ക് ഇന്നലെ സാറിന്റെ ചീത്തയാക്കേണ്ടി വന്നത് അറിയാവോ? നീ ഇപ്പൊ വർക്ക് ചെയ്യാൻ നോക്ക് പോ. നീ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ കാർത്തിക്, പോ. ഈ ജൂനിയേഴ്സിനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നേരത്തെ ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നില്ലേ? ഞാൻ ഒന്നും മറന്നിട്ടൊന്നുമില്ല. ഓരോരുത്തർ തോന്നിയതുപോലെ പെരുമാറുമ്പോഴാണ് എന്റെ ടെമ്പർ തെറ്റുന്നത്. ഓരോരുത്തർ കള്ളം കാണിച്ച് നടക്കും വൃത്തികെട്ടവന്മാര്. നീ ഇത് ആരും ഉദ്ദേശിച്ച് പറഞ്ഞു? ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞത്. എല്ലാം കള്ളന്മാരാ, എല്ലാം കള്ളവന്മാര്. കള്ളവന്മാരോ? കള്ളന്മാര്. അതെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് പറയണം കേട്ടാ. ഈ വളഞ്ഞൂത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായ? അതെ, നീ ഇവിടുന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് കുറ്റി പറിച്ചോണ്ട് പോയി. ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിനക്ക് അയക്കായിരുന്നില്ലേ? എടി, ഞാൻ ജിബിയെ രാഹുലിനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ നിന്നെ കൂടെ വിളിക്കുന്നത്? മിനിമം ബോധമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാവും. ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നെ വിളിക്കായിരുന്നില്ലേ? നീ ഇന്നിവിടെ വന്നു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, നീ എന്ത് ചെയ്യുമായിരുന്നു? നീ അങ്ങനൊന്നും പോകില്ലെന്ന് എനിക്കറിയായിരുന്നു. അയ്യേ, പിന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നതാ, അല്ലാണ്ട് ആരെയും കാത്തു ഇരുന്നൊന്നുമല്ല. അതെനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഇവിടെ എന്താ നടന്നെന്നറിയോ? എന്ത്? ഇന്നലെ ഇവിടെ ഒരു കള്ളം കയറി. എന്നിട്ട് ഞാൻ അടിച്ച് ഓടിച്ചു. അല്ല പിന്നെ എന്ത് ചെയ്യാന്? എന്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. ജിബിയും രാവിലെ ഇവിടെ ഇല്ലായിരുന്നോ? ജിബി രാവിലെ നിന്റെ വേലക്കാരാണോ? എന്നും വന്ന് ഇവിടെ കാവലെടുക്കാൻ? നിനക്കറിയാമോ മെനിയാ തണുപ്പത്ത് ഈ തറയിൽ അവന്മാർ കിടന്ന് ഉറങ്ങിയത്? അതാണ് ഫ്രണ്ട്ഷിപ്പ്. വേറെ ആരും ഇല്ലെങ്കിൽ അവന്മാർ നമ്മളിവിടെ കാണും. അതെനിക്ക് മനസ്സിലായി. അവര് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും ഇവിടെ ആരും കാണിക്കുന്നില്ല. അതെ, ആ പെണ്ണാരാ? ഇനി അത് പറയാൻ വേണ്ടി കാല് പിടിക്കണോ? എടി, അത് പറയാനായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ നീ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ എന്റെ മൂഡ് കളയുന്നത്. ഓ, നിനക്ക് മാത്രമേ മൂടുള്ളൂ, നമുക്കാർക്കും മൂടില്ല. ഒന്ന് പറഞ്ഞു തൊളിക്കണ പൊട്ടാ. അതാരാ? അവളുടെ പേര് രേണു. രേണുക സുന്ദരപാണ്ഡി. ഇവളുടെ അച്ഛൻ സുന്ദരപാണ്ഡി എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഒരു ഗൗണ്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കൂലിത്തല്ലുകാരനാണ്. ഇങ്ങേർക്ക് ഈ വെട്ടും കുത്തുമൊക്കെയാണ് ഇങ്ങേരുടെ മെയിനായിട്ടുള്ള ഹോബി. തനി ഒരു കാണ്ടാമൃഗം, മനസ്സിലായോ? അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, ഇവളുടെ ഫേസ്ബുക്കിനകത്തൊരു റിക്വസ്റ്റ് അയച്ച് പതിയെ അത് ചാറ്റിങ്ങിലേക്ക് കടന്നു. ഈ ചാറ്റിങ് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പതിയെ ഒരു പ്രണയമായി. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്തി. പക്ഷേ ഈ സുന്ദരപാണ്ഡ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് ഒരു രീതിയിൽ ഇവരുടെ ബന്ധത്തിനെ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ഈ രേണു അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കെ ഇവരൊരു ദിവസം ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വരാനായിട്ട് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഇവളവിടെ വന്നു, പക്ഷേ അവൻ വന്നില്ല. മനസ്സിലായി? കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചത്, അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് വന്നു. പക്ഷേ അപ്പോഴും ഇവൻ വന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത്. എനിക്ക് കണ്ടപ്പോഴത്തേക്കൊരു മനസ്സിലേക്ക് തോന്നിയില്ല, കൊച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പോകാനൊരു സ്ഥലമില്ല, ഭാഷ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ പതിയെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് അവളുടെ കഥ. പാവം കൊച്ചു. അതെ, ഈ പറഞ്ഞ പയ്യനാരാ? അതവൾക്ക് അറിയത്തുള്ളൂ. നീയേ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? ഇവിടെ സാധനങ്ങളൊന്നുമില്ല. ഓ, ഇവിടെ ഞാൻ തന്നെ ബ്രെഡ് തിന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറത്ത് പോയി അവൾക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കുക. പുറത്ത് മേടിക്കല്ലേ? ഇവ ഈ പറഞ്ഞ കഥയൊക്കെ കള്ളുവാ. കേട്ടിട്ട് ഏതൊരു സിനിമ കഥ പോലെ തോന്നുക. ഈ വന്ന ഫ്ലെയിം വെട്ടിയ ആറ്, അത് ഇവളെ പേരാണെങ്കിലോ? ചിലപ്പോൾ എവളാണെങ്കിലാ? രേണുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊല്ലിച്ചു. ഇടയ്ക്ക് വെച്ച് രേണുക എന്ന് പറഞ്ഞ കവിത ചൊല്ലുകയും ചെയ്യും. ഈശ്വരാ, അങ്ങനെ വല്ലതും ആണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ കൊല്ലും, നോക്കിക്കോ. ജിബി രാഹുലിനെ വിളിച്ചാലേ ശരിയാവുള്ളൂ. ജിബി, അബി വന്നു.
ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഹലോ സാന്ദ്ര, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നമ്മുടെ ടീമിൽ, അതായത് നമ്മുടെ ബാച്ചിൽ കിട്ടിയ അസൈൻമെൻറ്റ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുന്നത് സാന്ദ്രയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. രേണു കൊണ്ട് വന്നായിരുന്നോ? എന്തോ എനിക്കറിയില്ല. എനിക്കിങ്ങനെ അറിയാം. ചൂടാവണെന്തിന് കാര്യം ചോദിച്ചല്ലേ ഉള്ളൂ. കാര്യം തന്നെ പറഞ്ഞത്. ഇതെങ്ങോട്ടാ? അവക്കേ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ചമ്മലായിരിക്കും. അത് അവിടെ കൊണ്ടുകൊടുക്കും. കൊണ്ടു കൊടുത്ത് അടുത്തിരുന്ന് നമുക്ക് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. ചിലപ്പോ വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതിന്. നിനക്കെന്താ പ്രശ്നം? നീ അതും ചെയ്യാൻ അപ്പുറം ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് അറിയാം. അപ്പുറം മാത്രമല്ലടി, ഞാൻ എന്റെ അപ്പുറത്തും കൂടെ ചെയ്യും. നീ ആരടി എന്നെ ഭരിക്കാൻ? ഞാൻ ആരുമല്ല. എന്റെ ഈശ്വര, എവന് വേണ്ടിട്ടാണല്ലോ ഇങ്ങനെ കിടന്ന് വിഷമിച്ചത്. അയ്യോ, നിന്റെ അടുത്ത് ആര് വിഷമിക്കാൻ പറഞ്ഞത്? ആ കോയമ്പത്തൂരാണ് കിടന്നാ മതിയായിരുന്നു. എനിക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു അത് ദൈവമേ. അതാകുമ്പോ നിന്റെ കള്ളത്തിൽ ആരും അറിയില്ലല്ലോ. എന്തുടി എന്റെ കള്ളത്തരം? അതൊക്കെ നാവോട്ട് കേൾക്കണല്ലേ? ഇല്ലടി, എന്റെ നാമത്തിനൊക്കെ കടന്തരാം. അയ്യോ, ഭയങ്കര കോമഡി. നാക്കെടുത്ത കള്ളത്തിന് മാത്രം പറഞ്ഞോളൂ, ദ്രോഹി. എനിക്കറിയാം നിന്റെ ഫ്ലെയിം എഴുത്തൊക്കെ. നീ അറിഞ്ഞു വെച്ചോണ്ടിരുന്നോ? ദൈവമേ, ആ വക്കീല് പിന്നെ ഡിവോഴ്സും മേടിച്ചേർത്തില്ല. എന്നെ എങ്ങനെയെങ്കിലും കാര്യമായിട്ടോ ദൈവമേ. എന്നെയും ഇതാ ഫുഡ്, ഇത് തണ്ണി. இது எதுக்கு இங்கே கொண்டு வந்தீங்க? நானே அங்கே வந்திருப்பேனே. അവിടെ ക്ലൈമറ്റ് ശരിയല്ല. നീ ഇங்கிരുന്ന് കഴിച്ചാൽ പോലും കേട്ടാ. நான் வந்து அந்த அக்காவுக்கு பிடிக்கலையா? എൻ്റെ അക്കക്ക് അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഇവിടെ ഏത് പെണ്ണ് വന്നാലും ഇച്ചിരി മുടയാവും. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, കഴിക്കും. ഓ, நான் இங்கேருந்து போயிடவா? നീ അങ്ങോട്ട് പോയി. നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഉള്ള ரொம்ப സോഫ്റ്റ് ലേഡി. പുറമെ കാണിക്കുന്ന ഈ ജാടയെ കൊണ്ടുവന്നേ ഉള്ളൂ. இல்லை, என்னால் உங்களுக்கு எதுவும் ஆகக்கூடாது, அதான். എന്താവാ? ഒന്നും ആവാനൊന്നുമില്ല. അതൊന്നും യു ഡോണ്ട് വറി. ഫുഡ് കഴിക്കാൻ നോക്കും കേട്ടാ. ഞാനേ അപ്പോഴത്തേക്ക് പോയി ഫ്രഷായിട്ട് വന്നിടേ. കഥക്ക് സാപ്പിട്ടുമാ. ஆ, ஓகே. നിങ്ങൾ തമിഴ്വാക്ക് മേടിച്ച്. മഹി, അയ്യോ മഹി, ഇത് ആണിയല്ല, നടന്ന് ചെരുപ്പ് കഴിഞ്ഞതാ. അതുപോട്ടെ, മഹി എന്തിനാ വിളിച്ചത് ഞങ്ങളെ? അവയോടെ അഭ്യകത്തുണ്ട് കൂടെ ഒരു പെണ്ണ്. പെണ്ണാ? ഏത് പെണ്ണ്? എനിക്ക് അറിഞ്ഞൂടാ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. അളേ രാഹുലേ, നിനക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നലയാ? ഏതോ ഒരു തമിഴ് സിനിമ പോലെ ഉണ്ട്. തമിഴ് പണം. മഹിക്കോ? ആ പയ്യൻ അഭി തന്നെയായിരിക്കും, ഉറപ്പാ. ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ചാണക്യ തന്ത്രം. എടാ, കാര്യം പറഞ്ഞിട്ടോ എന്റെ രാഹുലെ, ഒരു സസ്പെൻസ് ആകുമ്പോൾ സമ്മതിക്കത്തില്ലേ? പാടാ എന്റെ കൂടെ. ഇല്ലാന്നുണ്ടെങ്കിൽ കാമുകല്ല. സംഭവം സിമ്പിൾ അല്ലേ? എതിർത്താലും ഇല്ലെങ്കിലേ ഞാൻ ഈ കളിക്കില്ല. എന്തോന്ന് അഭി ഇത്? നീ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അവളാണെങ്കിൽ നീ പറഞ്ഞ എല്ലാം വിശ്വസിച്ചങ്ങ് വെച്ചിരിക്കുവാ, പാവം. നാളെ കണ്ട് അവൻ കല്യാണം നടത്താൻ പോയിക്കൊണ്ടിരിക്കുക. അഭി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ താലി മേടിക്കാൻ പോവാ. നമ്മളിപ്പോ എന്ത് ചെയ്യും? എല്ലാം കൈവിട്ട് പോയി. അഭി എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചളിയാ.